നമസ്കാരം. ജീവിതത്തിൽ നമ്മളെ തേച്ചിട്ട് പോയ ആളുകൾ ഉണ്ടാവും കേട്ടോ. എങ്ങനെയാണെന്ന് അറിയാം, നമ്മളെ പെട്ടെന്ന് കണ്ട് ഇഗ്നോർ ചെയ്തിട്ട് അതുപോലെ നമ്മൾ പെട്ടെന്ന് എല്ലാം ഇല്ലാതെയാക്കിയിട്ട് ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ തന്നതിന് ശേഷം പെട്ടെന്ന് നമ്മളെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മളെ തേച്ചിട്ടിട്ട് അങ്ങോട്ട് പോകും, ഒന്നും മിണ്ടാതാവര്. നമ്മുടെ എന്താണ് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്, നമ്മുടെ ജീവിത സാഹചര്യം ഒന്നും മനസ്സിലാക്കാതെ നമ്മളൊരു കാട്ടിൽ അല്ലെങ്കിൽ കൊടുംവനത്തിലൊക്കെ വൈൽഡ് ലൈഫിന്റെ ഉള്ളിൽപ്പെട്ട പോലെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. അതിന് നമുക്ക് എന്തൊക്കെയാണ്, സിംഹം ഉണ്ടാവും, കരടി ഉണ്ടാവും, അതുപോലെ തന്നെ പുലി ഉണ്ടാവും, എല്ലാം നമ്മൾ ആക്രമിക്കാൻ വരുന്ന പോലെ, വേട്ടയാടാൻ വരുന്ന മൃഗങ്ങളൊക്കെ നമ്മളെ വേട്ടയാടുന്ന പോലെയൊക്കെ നമുക്ക് അനുഭവത്തിൽ വരാറുണ്ടല്ലേ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഓവർകം ചെയ്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തോന്നും ഇതെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ ശരിയായി. ആ സമയത്തായിരിക്കും ഒരു മെസ്സേജ് ടിങ് ടിങ് എന്ന് വരിക. എന്താ പറയുക, മെസ്സേജ് ഉണ്ടാകാം, എന്താ നിനക്ക് സുഖമല്ലടാ, അല്ലെങ്കിൽ എന്താണ് നിനക്ക് സുഖമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് പറയുക, വീണ്ടും നമ്മളേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒരു മെസ്സേജ് മാത്രം തിരിച്ചയക്കട്ടെ, എന്താണെന്നറിയോ, എനിക്ക് സുഖം മാത്രമെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് പിന്നെ അവരെ അവോയ്ഡ് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക, അവരെ നോക്കുകയാണ് വേണ്ട. നമ്മൾ എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്, കടന്നു പോകുന്നത് ഈ രൂപത്തിലായത് എന്നുള്ളത് അവരൊരിക്കലും അറിയുന്നില്ല. നമ്മൾ വീണ്ടും ഒരു സുഖത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വീണ്ടും നമ്മൾ വേണം. അതുകൊണ്ട് അവരെ ഇഗ്നോർ ചെയ്തോളൂ. നിങ്ങളുടെ ഒരു കാരണവശാലും നിങ്ങൾ അവരൊരിക്കലും എന്റർടൈൻ ചെയ്യാൻ ഒരു കാര്യവുമില്ല. അവർ പറയട്ടെ, ഈ ഒഴിവാക്കപ്പെടില്ല, അതിന്റെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ ഇഗ്നോർ ചെയ്യുന്ന വേദന എന്താണെന്നുള്ളത്. വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്നറിയാം, നമുക്കറിയാം നമ്മളെപ്പോഴും ജീവിതത്തിന്റെ നമ്മൾ ലോകത്തിനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന, ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം സക്സസ് മാത്രം. എന്താണ് സക്സസ് എന്നുള്ളത്? സക്സസിനെ കുറിച്ച് ലോകത്തിന് സംസാരിക്കാനും പറയാനുമുള്ളൂ എപ്പോഴും. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫെയിലിയറിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല, പരാജയത്തെ കുറിച്ച് ആരും പറയാറില്ല, വിജയത്തെക്കുറിച്ച് മാത്രം ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരു ലോകമായി മാറിയിരിക്കുന്നു. എന്താ വിജയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മുഴുവൻ നമുക്ക് പരാജയത്തിൽ നിന്ന് മാത്രമാണ് കേട്ടോ. ഫെയിലിയറിന് മാത്രമാണ് നമുക്ക് എന്താണ് ജീവിതം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി, പരാജയത്തെക്കുറിച്ച് നമ്മൾ ഓർക്കും, സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത് എന്നുള്ളതിനെ കുറിച്ച് ലോകത്തോട് നിങ്ങൾ പറ. അവരറിയട്ടെ എന്താണ് സ്ട്രഗിൾ എന്നുള്ളത്, പരാജയം എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പരാജയത്തെ കുറിച്ച് സംസാരിക്കുക, സ്ട്രഗിളിനെ കുറിച്ച് സംസാരിക്കുക, എങ്ങനെയാണ് നമ്മൾ ഇന്ന് ഓവർകം ചെയ്തതിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ പഠിക്കുക. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. 2025 ഈദ് ഫിത്റാണെന്ന് എല്ലാവർക്കും ഈദാശംസകൾ. താങ്ക് യു. നമസ്കാരം.